സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ ബാബുരാജിനെതിരെ പോലീസ് കേസെടുത്തു. അടിമാലി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. യുവതി DIGക്ക് ഓൺലൈനായി നൽകിയ പരാതി അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു. ജോസിൽ സെബാസ്റ്റ്യനുണ്ട് വിശദാംശങ്ങളുമായി. ജോസിൽ, ഇപ്പോൾ ബാബുരാജിനെതിരെയും കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. നന്ദു, സംഭവം നടന്ന സ്ഥലം എന്ന നിലയിലാണ് അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ അന്വേഷണത്തിന്റെ ചുമതല ഈ കേസുകളെല്ലാം അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് തന്നെയായിരിക്കും. സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് അടിമാലി കല്ലാറിൽ പ്രവർത്തിക്കുന്ന ഈ ബാബുരാജിന്റെ തന്നെ സ്വന്തം റിസോർട്ടിലും ആലുവയിലെ വസതിയിലും വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. യുവതിയുടെ മൊഴി ഓൺലൈനായി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ പെൺകുട്ടി ഡിഗ്രി പഠനത്തിന് ശേഷം ബാബുരാജിന്റെ മൂന്നാറിലെ ഈ കല്ലാറിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ റിസപ്ഷൻ ജോലി കിട്ടി. ബാബുരാജിന്റെ ജന്മദിന ആഘോഷം റിസോർട്ടിൽ നടന്നപ്പോഴാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അഭിനയിക്കാനുള്ള താല്പര്യം ഇദ്ദേഹം മനസ്സിലാക്കി കൂദാശ എന്ന സിനിമയിൽ ചെറിയൊരു വേഷവും ഈ പെൺകുട്ടിക്ക് നൽകി. പുതിയൊരു സിനിമയുടെ ചർച്ചയ്ക്കെന്ന് പറഞ്ഞാണ് അതിനുശേഷം 2019 ബാബുരാജ് ആലുവയിലെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. സംവിധായകനും നിർമ്മാതാവും അതുപോലെ തന്നെ നടീനടന്മാരും ഒക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. പക്ഷേ അവിടെ വീട്ടിലെത്തിയപ്പോൾ ബാബുരാജും ഒരു ജീവനക്കാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റാരുമില്ല എന്ന് ചോദിച്ചപ്പോൾ കാത്തിരിക്കാൻ പറഞ്ഞു. പിന്നീട് ഈ മുറിയിലെത്തിയ അദ്ദേഹം ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പിന്നീട് ബാബുരാജിനെ ഈ പെൺകുട്ടി കണ്ടിട്ടില്ല. ഇതിനിടെ ബ്ലാക്ക് കോഫി എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറാക്കാം എന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും താൻ അത് വിസമ്മതിച്ചു എന്നാണ് യുവതി പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഇപ്പോൾ കേരളത്തിലല്ല ഈ പെൺകുട്ടി ഉള്ളത്. ഈ പെൺകുട്ടി ഓൺലൈനായി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം നടന്ന സ്ഥലം എന്ന നിലയിൽ അടിമാലിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഈ കേസുകളെല്ലാം പുറത്തു വരുന്ന സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്ന ആ ടീമിന് തന്നെയായിരിക്കും ഈ അന്വേഷണത്തിന്റെയും ചുമതല ഉണ്ടാവുക. നന്ദു. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.